യഥാർത്ഥത്തിൽ റൊമാൻറ്റിക് ആയ ഒരു ലൈഫ് നിങ്ങളുടെ ദാമ്പത്യത്തിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷണം ഞാൻ പറയാം. നിങ്ങൾക്ക് മാത്രമായ ഒരു ഭാഷയുണ്ടാവും. നിങ്ങളുടെ മക്കൾക്ക് മനസ്സിലാകാത്ത, മാതാപിതാക്കൾക്ക് മനസ്സിലാകാത്ത ഒരു ലാംഗ്വേജ് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. നിങ്ങൾക്ക് സ്പെഷ്യലായ ചില പദങ്ങളുണ്ടായിരിക്കും. ആ പദങ്ങൾ വെച്ചാണ് നിങ്ങൾ ഭാര്യയെ വിളിക്കുക. ആ പദങ്ങൾ വെച്ചാണ് അവളെ നിങ്ങൾ തിരിച്ചു പറയാം. സുഹൃത്തുക്കളെ, ഇങ്ങനെ ജീവിക്കാൻ പറ്റുമെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രശ്നമല്ല. ഇപ്പം കാര്യമായിട്ട് നമ്മൾ പറയാൻ എന്താണ്, സമയമില്ല എന്നാണ്. അങ്ങനെ സമയമില്ല എന്നുള്ളൊരു പ്രശ്നമില്ല. കാരണം എല്ലാ സമയത്തും നമ്മൾ പരസ്പരം ബന്ധത്തിലാണ്. നമ്മൾ ജോലിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നമ്മൾ യാത്രയിലാണെങ്കിലും എല്ലാം നമ്മുടെ മനസ്സിൽ നമ്മുടെ വൈഫാണ് നിറഞ്ഞു നിൽക്കുന്നത്, നമ്മുടെ ഭർത്താവാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഏറ്റവും അധികം നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് വൈഫിൻ്റെ വാട്സപ്പാണ്. ഏറ്റവും അധികം അവൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് നമ്മുടെ വാട്സപ്പാണ്. ഇങ്ങനത്തെ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ അത് എല്ലാത്തിനെയും അതിജീവിക്കും. അത് നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ നോക്ക്, നിങ്ങളുടെ മകൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ മകനോ ഒരു പ്രേമമുണ്ടെങ്കിൽ അവർക്ക് തമ്മിൽ ഒന്നിച്ചു ചേരാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ? വാപ്പ തടസ്സമാണോ, ഉമ്മ തടസ്സമാണോ, മതം തടസ്സമാണോ? ഒന്നും തടസ്സമല്ല. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് അവർ ഒന്നിച്ചിറങ്ങിപ്പോകും. അതാണ് ആൺപെൺ ബന്ധമെന്ന് പറഞ്ഞത്. അപ്പം നമ്മളും ഭാര്യയും തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നമുള്ളത്? അവൾക്ക് എന്ത് പരാതിയാണുള്ളത്? എന്ത് പ്രശ്നവും നമ്മൾ പരിഹരിച്ചിരിക്കും. പക്ഷെ അങ്ങനത്തെ ഒരു റിലേഷൻ വിവാഹം കഴിഞ്ഞ് ഇതുവരെയും രൂപപ്പെട്ടു വന്നിട്ടില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രശ്നം.